മിനിറ്റ് കൊണ്ട് നമ്മുടെ ഹാർട്ട് ഹൃദയത്തെ കംപ്ലീറ്റ് അങ്ങ് പഠിച്ചാലോ? അത് വേഗം തന്നെ നോക്കിക്കോളാം. ഹാർട്ട് എന്ന് പറയുമ്പോൾ 4 ചാമ്പേഴ്സ് ആണ് നമുക്കുള്ളത്. റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, വലത് ഏട്രിയം, വലത് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ, അതായത് ഇടത് ഏട്രിയം, ഇടത് വെൻട്രിക്കിൾ. ഇതാണ് 4 ചാമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ നമുക്ക് 3 വാൽവുകൾ ഉണ്ട്. ഈ പറയുന്ന റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിളുടെ ഇടയിലായിട്ടുള്ളതാണ് ട്രൈകസ്പിഡ് വാൽവ്. അതുപോലെ തന്നെ ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിളുടെ ഇടയിലാണ് എന്ത് നമ്മുടെ ബൈകസ്പിഡ് വാൽവ് ഇവിടെ കാണാൻ പറ്റും. ഇത് കൂടാതെ ഒരു വാൽവ് ഉണ്ട്, നമ്മുടെ സെമി ലൂണാർ വാൽവുകൾ എന്ന് പറയും. ഈ പറയുന്ന സെമി ലൂണാർ വാൽവ് 2 എണ്ണം ഉണ്ട്. ഒന്ന് പൾമണറി ആർട്ടറി തുടങ്ങുന്നിടത്തും അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ അയോട്ടയിലേക്ക് പോകുന്നിടത്തും. അത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് സെമി ലൂണാർ വാൽവുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം, ഹൃദയത്തെ സംരക്ഷിച്ചുകൊണ്ട് പെരികാർഡിയൽ മെംബ്രെയിൻ ആണുള്ളത്. പെരികാർഡിയൽ മെംബ്രെയിൻ ഇടയിൽ കാണുന്ന ദ്രവം എന്ന് പറഞ്ഞാൽ പെരികാർഡിയൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ പെരികാർഡിയൽ ദ്രവമാണ്. അതെന്ത് ചെയ്യുന്നു? എക്സ്റ്റേണൽ ഷോക്കിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുന്നു. മാത്രമല്ല ഹാർട്ട് ബീറ്റിന്റെ അവിടെ നടക്കുന്ന ഫ്രിക്ഷനെ കുറയ്ക്കാണ് നമ്മുടെ പെരികാർഡിയൽ ഫ്ലൂയിഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്കിതാ ഈ പറയുന്ന ഏട്രിയൽ സിസ്റ്റോൾ, നമ്മുടെ ഹാർട്ട് ബീറ്റ് എന്ന് നടക്കുന്ന പറഞ്ഞാൽ എന്താണ്? ഏട്രിയൽ സിസ്റ്റോള്, വെൻട്രിക്കുലർ സിസ്റ്റോൾ, അതുപോലെ തന്നെ ജോയിന്റ് ഡയസ്റ്റോൾ ആണ് നടക്കുന്നത്. ഏട്രിയ കോൺട്രാക്ട് ചെയ്യുന്നു, സങ്കോചിക്കുമ്പോഴാണ് ഏട്രിയൽ സിസ്റ്റോള്. വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുമ്പോൾ സങ്കോചിക്കുമ്പോഴാണ് വെൻട്രിക്കുലർ സിസ്റ്റോള്. ജോയിന്റ് ഡയസ്റ്റോൾ എന്ന് പറഞ്ഞാൽ ഈ 2 എണ്ണം എന്ത് ചെയ്യുന്നു? ഒന്നിച്ച് റിലാക്സ്ഡ് പൊസിഷനിലേക്ക് വരുന്നതാണ്. അപ്പൊ കാർഡിയാക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഏട്രിയൽ സിസ്റ്റോൾ, വെൻട്രിക്കുലർ സിസ്റ്റോൾ, ജോയിന്റ് ഡയസ്റ്റോൾ ഇവയെ ചേർന്നിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കി വെക്കാം. പിന്നെ പൾമണറി ആർട്ടറി, പൾമണറി വെയിൻ എന്ന് പറയുന്നത് എവിടെ നിന്ന് പോകുന്നതാണ്? നമ്മുടെ പൾമണറി ആർട്ടറി നമ്മുടെ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഹാർട്ടിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞ ബ്ലഡിനെ കൊണ്ടുപോകുന്നതാണ്. അതേസമയം പൾമണറി വെയിൻ എന്ന് പറഞ്ഞാൽ ലങ്സിൽ നിന്ന് നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള രക്തം കൊണ്ടുപോകുന്നതാണ്. ഇത് ക്ലിയർ കട്ട് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഹാർട്ടിൻ്റെത്. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഷോർട്ടിൽ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.